അയ്യോ സോറി ഞാൻ ഇപ്പൊ നല്ല തിരക്കിലാണ്. നിങ്ങൾ വേറെ എന്തെങ്കിലും വക്കീലിനെ കണ്ടോളൂ, എനിക്ക് സമയമില്ല. നോ പ്രോബ്ലം. ഓക്കെ. നമസ്കാരം. ഒരു ഗതിയും പരഗതിയും ഇല്ലാന്ന് വന്നപ്പോ അമ്പാടി വക്കീലിനെ ആശ്രയിക്കേണ്ടി വന്നു അല്ലേ? അല്ല അത് എവിടെ ഇൻഡാസ് എവിടെ? നോട്ടീസ്. അതെ പ്രശോഭുഞ്ഞേ, വക്കീല് വന്ന്. പ്രശോഭുഞ്ഞേ, വക്കീല് വാ. നല്ല ടൈറ്റ് ആയിട്ടുള്ള ഇൻഡാസ് ആണ് ഇങ്ങോട്ട് വിട്ടേക്കണം. അതുകൊണ്ടാണല്ലോ വക്കീലിനെ വിളിപ്പിച്ചത്. കൂടുതൽ ന്യായം വിടാതെ എങ്ങനെയെങ്കിലും കൊച്ചമ്മ അതിൽ നിന്ന് ഊരാൻ നോക്കും. പ്രശോഭനെ, ഭാരതീയ ന്യായ സംഹിത പ്രകാരം 6 ഇൻഡാസ് ആണ് ഇങ്ങോട്ട് ചാർത്തി വിട്ടിരിക്കുന്നത്. അതിൽ 4 ഈസിയാണ്, നമുക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടും. പക്ഷേ സെഷൻ 120B ഗൂഢാലോചന കുറ്റം, അതും കൂടെ ഇതിനകത്ത് തിരികെ കയറ്റി വിട്ടിട്ടുണ്ട്. അത് നമ്മൾ വിചാരിക്കുമ്പോൾ അത്ര സിമ്പിൾ അല്ല. അയ്യോ, പിന്നെ മറ്റത് പർപ്പസ്ഫുള്ളി തേജോവധം ചെയ്യാൻ, അതൊന്നും നിൽക്കൂല. നിന്നാലും ഞാൻ നിർത്തൂലല്ലോ. വെട്ടി മാറ്റും ഞാൻ. അതെ അതെ അതെ. എന്റെ വക്കീലങ്ങളെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ മനുഷ്യനെ ആദ്യം കയറ്റാതെ എങ്ങനെ അമ്മ ഇതിന്ന് ഊരിയെടുക്കാന്ന് നോക്കും. അതെ അതെ പറയാം. ഇതിപ്പോ ഞാൻ ആലോചിച്ചിട്ട് ഒരു അമിക്കബിൾ ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് ആയിരിക്കും, അതായിരിക്കും അവരുടെയും ഉദ്ദേശം. അതാണ് അവരുടെ പ്ലാൻ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഇത്തിരി ടൈറ്റ് ആക്കിയിട്ട് വിട്ടേക്കുന്നത്. ഒരു കാര്യം ചെയ്യും വക്കീലേ, അവരുടെ ആവശ്യം എന്താ വെച്ചാൽ എങ്ങനെയാ വെച്ചാൽ നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള കൊടുത്ത് ക്ലിയർ ചെയ്തങ്ങ് വീട്, വെറുതെ വള്ളി പിടിക്കണ്ട. അതും ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. സെറ്റിൽമെന്റ് ഞങ്ങൾ ചെയ്തോളാം കേട്ടോ. അതെ, എനിക്ക് മാഡത്തിനൊന്ന് കാണണം. പിള്ളേരോട് ഇരുന്നോ, ഞങ്ങള് മുതിർന്നവരൊന്ന് സംസാരിച്ചിട്ട് വരാം. പിള്ളേരെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്റെ പൊന്ന അമ്പാടി വക്കീലെ, മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പൊ നടക്കുന്ന പ്രശ്നം മുഴുവനും. ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ ആർക്കും എതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ വേണ്ടി ഒരു കമന്റ് ഇട്ടിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. മാഡം, ഇതിലൊന്നും പേടിക്കരുത്. ഇതൊക്കെ വെറും നിസ്സാര സംഭവങ്ങള്. ഈ അമ്പാടി വക്കീലിലൂടെ ഉള്ള മാഡം എന്തിനാണ് പേടിക്കുന്നത്? ഇതൊക്കെ ഒരു ചെറിയ ഉറുമ്പിനിട്ട് നമ്മളിങ്ങനെ കളയുന്ന ഒരു രാഘവത്തോട് ഞാൻ കളയില്ലേ, ഒതുക്കൂലേ? എന്നാലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വക്കീലിനെ കണ്ടപ്പോഴാണ് എനിക്കൊരു സമാധാനമായി. ഈ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്കെതിരെ ചില ആൾക്കാർ പ്രവർത്തിക്കുമല്ലോ, അത്തരത്തിലുള്ള ഒരാളാണിത്. അതെ, ഈ മാസില്ലാമണി. ഇതിപ്പോ ഞാൻ വക്കീൽ നോട്ടീസ് പരിശോധിച്ചു. അതിനകത്ത് ഒരു 5-6 പോയിന്റ് കിടപ്പുണ്ട്. അത് ഒന്നും പ്രശ്നമല്ല. പക്ഷെ എന്നാ ഒരു പോയിന്റ് ജാമ്യമില്ലാത്ത വകുപ്പ്. ജാമ്യമില്ലാത്ത വകുപ്പോ? അയ്യോ മാഡം, എന്താ പേടിക്കല്ലേ വേണം. അതൊക്കെ ചുമ്മാ നമ്മളെ വരട്ടാൻ വേണ്ടി എഴുതി വിട്ടേക്കുന്ന സംഭവമല്ലേ, അതൊന്നും പേടിക്കില്ലേ. ഒന്നുമില്ല, അതൊക്കെ നിസ്സാരം. ഞാനൊരു കാര്യം ചോദിച്ചാല് സത്യസന്ധമായിട്ട് മറുപടി പറയണം. എന്റെ അമ്മയുടെ അമ്മൂമ്മയുടെ സത്യസന്ധമായിട്ട് മറുപടി പറയുള്ളൂ. പറയാം. മുത്തുവല്ല മാഡം. എന്തോ മാഡം, ഈ മാസ്ലാമണിയുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പൊതുമാപ്പ് പറയാൻ മാഡത്തിന് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടാവുമോ? ചെയ്യാത്ത തെറ്റിന് ഞാൻ എന്തിനാ വക്കീലെ മാപ്പ് പറയുന്നത്? എനിക്കിത് അറിഞ്ഞുകൂടാ. എന്താണ് സംഭവം എന്ന് അറിഞ്ഞുകൂടാ. ഈ പറഞ്ഞ സാധനത്തിലോട്ട് അറിഞ്ഞുകൂടാ. വേണ്ട. അല്ല വക്കീലെ, വേറെ കാര്യമുണ്ട്. അഥവാ എന്റെ കൊച്ചമ്മയ്ക്ക് അങ്ങനെ ഒരു കയ്യബദ്ധം പറ്റിയെന്നിരിക്കട്ടെ. പറ്റിയോ? ഇല്ല, പറ്റിയിട്ടില്ല. പറ്റിയെന്നിരിക്കട്ടെ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ എന്റെ കൊച്ചമ്മ മാപ്പ് പറയോ? ഇല്ലല്ല, മാപ്പ് പറയുന്ന പരിപാടിയേ ഇല്ല. വേണ്ട. അങ്ങനെ നമ്മൾ മുമ്പ് താമൊന്നും കൊടുക്കണ്ട. മാഡം എന്തിനാണ് താമസിക്കുന്നത്? പക്ഷെ അങ്ങനെ വരുമ്പോ ചെറിയൊരു തുക ചെലവാകും നമുക്കേ. അല്ല എന്ന് വെച്ചാ നമുക്കൊരു ചെറിയ പൈസ അങ്ങോട്ട് എറിഞ്ഞിട്ട് ഈ കേസെല്ലാം ഒതുക്കി അങ്ങ് തീർക്കും. അല്ലല്ല, അത് എത്ര തുകയാണെന്ന് പറയണം. അതിപ്പോ ഞാനല്ലല്ലോ ചോദിക്കണത്. ഇതിപ്പം എതിർഭാഗം വക്കീലിനെ കണ്ട് അയാളുമായിട്ട് സംസാരിച്ച് അവരെന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞ്. പക്ഷെ ഇനിയിപ്പോ അവര് ഇപ്പൊ ചിലപ്പോ 1 കോടി ചോദിച്ചാ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? 50 ലക്ഷത്തിലോട്ട് ഞാൻ നല്ല ബാർഗൈൻ ചെയ്യും. അല്ലല്ല, 50 ലക്ഷത്തോട് ചോദിച്ചേക്ക് നിങ്ങൾ പറഞ്ഞ 1 കോടി ആക്കി. അല്ല, 50 ചോദിച്ചിരിക്കണം. 50 ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും കാര്യങ്ങൾ പിടിക്കും. വെട്ടി താഴെ കൊണ്ടുവരും. താഴെ കൊണ്ടുവരും. താഴെ എത്ര? അത് പറ. 50 ചോദിക്കുമ്പോ ഒരു 25എങ്കിലും. അല്ലേ, അവര് 25 ചോദിച്ചാൽ നമ്മളെ ഭാഗ്യം. അപ്പൊ നമ്മൾ അതിന്റെ ഭാഗത്ത് കൊടുത്താൽ മതി. അല്ല, ഇതിപ്പോ എത്ര കൊടുക്കേണ്ടി വരും? അല്ല, അതിപ്പോ നമുക്ക് തീരുമാനിക്കാക്കൂല. ഞാൻ പറഞ്ഞില്ലേ, അത് ഈ വക്കീലുമായിട്ടൊന്ന് സംസാരിച്ച് എന്നാലും നമ്മള് പറയില്ലേ. ഇപ്പൊ ഇത് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇതിപ്പം
മാഡം മാപ്പ് പറയില്ല. ആ നിങ്ങൾ തമ്മിൽ പരസ്പരം കാണാതെ ഇരുചെവി അറിയാതെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ ഈ പൈസ കൊടുത്തങ്ങ് ഒതുക്കി കഴിഞ്ഞാൽ കേസില്ലാതായി കഴിയുന്നു. നമ്മളെ പിന്നെ എഴുതി ഒപ്പിട്ട് വാങ്ങിക്കുന്നു, സംഭവം കഴിയുന്നു. പൈസ കുറച്ച് കിട്ടിയാ മതി. ഇപ്പൊ എന്ത് ചെയ്യാന്ന് നമുക്ക്? എന്തോ ഈ അമ്പാടി വക്കീല് പറയുന്നതൊക്കെ ശരി തന്നെ. മാഡം വിശ്വാസം അതാണെല്ലാം. അതല്ല, ഇതിലൊക്കെ ഒതുങ്ങോ? ഒതുക്കും ഞാൻ, അതൊക്കെ ഞാൻ ഒതുക്കും. പിന്നെ ഇതൊക്കെ എന്ത് ഇത് നിസ്സാരമല്ലേ. കാര്യം ചെയ്യാം, ഞാനേ മക്കളുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. അതെ മാഡം, എത്രയും പെട്ടെന്ന് ആലോചിച്ചിട്ടൊരു മറുപടി പറഞ്ഞാൽ നല്ലത്. കാരണം നാളെയും മറ്റന്നാളൊക്കെ എനിക്ക് സുപ്രീം കോടതി ഹൈക്കോടതിയായിട്ട് കുറെ തിരക്കുണ്ട്. പിന്നെ മറ്റന്നായി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ ചിലപ്പോൾ കൈവിട്ട് പോയി എവിടെ ചെന്ന് നിൽക്കുമെന്നൊന്നും അറിയുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന തുകയിൽ നിന്നൊന്നും വരും. അല്ലല്ല, ഇന്ന് തന്നെ അതിനുള്ള തീരുമാനം ഉണ്ടാക്കാം. പിള്ളേരുമായിട്ട് പെട്ടെന്ന് ആലോചിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ട് ഇന്ന് തന്നെ അറിയിക്കാം. ടെൻഷൻ പിടിക്കല്ല മാഡം, ഞാനുണ്ട് കേട്ടാ. ശരി എന്നാ. പഴയ കണക്കല്ല, ഹൈക്കോടതിയിലൊക്കെ പണിയുണ്ട് കേട്ടോ. പണിയുണ്ട്, പക്ഷെ നമുക്ക് പണി തന്നിട്ടല്ലേ പോകുന്നത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.